Hello viewers, namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വിൻട്രേഡർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു ട്രേഡ് കൺഫേം എൻട്രി എങ്ങനെ പിക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നൽസ് കാണിച്ച് നമ്മൾ എൻട്രി ലെവലും എക്സിറ്റും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ എല്ലാം ഓൺ സ്ക്രീൻ നമുക്ക് കാണിച്ചൊരു ലൈവായിട്ട്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്നൊരു ഫ്രീ ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഓഫീസ് വരുന്ന കേരളത്തിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ 2009 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ മാർക്കറ്റും അവൈലബിൾ ആണ്. ഓപ്ഷൻ, സ്റ്റോക്ക്, ഫ്യൂച്ചർ, കമോഡിറ്റി മാർക്കറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ എല്ലാം ഉണ്ട്. അതുപോലെ നിങ്ങൾ ഏത് ട്രേഡിംഗ് ആണെങ്കിലും ഇപ്പോൾ സ്കാൽപ്പിങ്ങോ ഇൻട്രാഡേ സ്വിങ്ങോ ഏതിന് വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് സ്റ്റോക്കിൻ്റെ ആണ്. LND ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിങ്ങിനാണ് വരുന്നത്. ഏറ്റവും മേളിൽ വരുന്ന മാർക്കറ്റ് റേറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റെഡ് വരുന്നത് ആരോ ഇല്ല, അത് സെൽ ചെയ്യാനുള്ളത്. ഗ്രീൻ വരുന്ന ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ ആണ്. സോഫ്റ്റ് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് നോട്ടിഫിക്കേഷൻ വരും. അതിനകത്ത് എൻട്രി പോയിന്റ് കാണിച്ചു തരും. സെയിം ഡീറ്റെയിൽസ് മുകളിലത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സിഗ്നൽ അലേർട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അത് കേൾക്കാൻ കൂടി പറ്റും, കാരണം സൗണ്ട് എഫക്റ്റോടെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ആ വരുന്ന ട്രേഡ് കൺഫേം ആണെന്ന് മാത്രം നോക്കുക. ഇപ്പോൾ കൺഫർമേഷൻ ഇപ്പം നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ല് നോക്കുകയാണെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ സെൽ സോൺ തന്നെ ആയിരിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴ്ത്തിയ ഒരു ബാർ കണ്ടോ, അത് സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. സെല്ലാണെങ്കിൽ ആ ബാർ റെഡ് തന്നെയായിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങൾ ഏത് ബ്രോക്കറിലാണ് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്യുന്നത് അതിൽ തന്നെ ട്രേഡ് ചെയ്താൽ മതി. ഇത് സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് എൻട്രി മേളിൽ കാണിച്ചു തന്നു. താഴ്ത്ത് നോക്കിയാൽ ടാർഗറ്റ് 3 ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആ ടൈമിൽ തന്നെ ഡിസ്പ്ലേ വരും. ടാർഗറ്റ് നമ്മുടെ റിസ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ മാറാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ തേർഡ് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ബൈ കാണാൻ സാധിക്കും. ആ ബൈ വന്നിരിക്കുന്നത് വെച്ചിട്ട് ഒരു ഗ്യാപ്പ് അപ്പിലാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ബൈസ് നമുക്ക് ഇത്തരം വരുന്ന ബൈക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കല്. കാരണം നോർമൽ നമ്മുടെ കൺഫർമേഷൻ ബൈ ആണെങ്കിൽ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോൺ ആയിരിക്കും. പക്ഷേ ഇത്ര ഈ ഗ്യാപ്പ് അപ്പിലൊക്കെ കയറി വരുന്ന ബൈക്കിൽ ഈ റെഡ് സ്റ്റാർ കണ്ട അത് റെസിസ്റ്റൻസ് ആണ്. അതിനെ ബ്രേക്ക് ചെയ്ത ശേഷം എൻട്രി എടുക്കാവുള്ളൂ. ഗ്യാപ്പ് അപ്പ് വരുന്ന മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റ് കയറുള്ളൂ. അതർവൈസ് അതുകൊണ്ട് നിന്ന് റിവേഴ്സ് പോയി. ഇപ്പോൾ ഇവിടെ കണ്ട റെസിസ്റ്റൻസ് എടുക്കാത്ത കാരണം മാർക്കറ്റ് റിവേഴ്സ് പോയി. പിന്നെ സൈഡിൽ വന്നു. നോർമൽ നമ്മുടെ ക്യാൻഡിൽ വരുന്ന റെഡും ഗ്രീനും മാത്രമാണ്. അതല്ലാതെ ഇതിനകത്ത് എക്സ്ട്രാ കളേഴ്സൊക്കെ വരും ക്യാൻഡില്. അതെല്ലാം സൈഡ് വേനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം മാർക്കറ്റ് ഒരു സെല്ലി വന്ന് അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ റെഡ് സ്റ്റാറുകൾ റെസിസ്റ്റൻസും താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ട്രേഡ് മാത്രം നമ്മൾ മാനുവലി ചെയ്താൽ മതി. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ സിഗ്നൽസ് തരുന്നത് ലൈവായിട്ടൊന്ന് കാണാൻ താല്പര്യമുണ്ടോ, പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.